പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടി മഹാന്മാരായ മനുഷ്യർ പണ്ടുകാലത്ത് എഴുതി വച്ചിട്ടുള്ള സാരോപദേശ കഥകളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇന്നത്തെ കഥയുടെ പേര് അത്യാർത്തി ആപത്താണ്. അനാഥരായ ധാരാളം പേർ അലഞ്ഞു തിരിയുന്നൊരു ഗ്രാമത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ആ കൂട്ടത്തിൽ അത്യാർത്തിക്കാരനായ ഒരു കുട്ടിയുമുണ്ടായിരുന്നു. എന്തു തിന്നാലും മതിയാകാത്ത ആ കുട്ടിക്ക് അന്ന് ആഹാരമൊന്നും കിട്ടിയില്ല. അങ്ങനെ വിശന്നു നടക്കുമ്പോഴാണ് ഒരു മധുരപലഹാരക്കട അവൻ കണ്ടത്. മധുരപലഹാരങ്ങളെന്ന് വെച്ചാൽ അവന് ജീവനാണ്. നിറഞ്ഞ ഗ്ലാസ് ഭരണികൾ കണ്ട് അവൻ്റെ വായിൽ വെള്ളമൂറി. കടയുടെ അടുത്ത് ചെന്ന് അവനകത്തേക്ക് പാളി നോക്കി. ഉടമസ്ഥൻ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. പരിസരത്തിലെങ്ങും ആരെയും കാണാനില്ല. അവസരം പാഴാക്കണ്ടെന്ന് കരുതി ആ കുട്ടി ഭരണികളിലൊന്നിൽ വലത് കൈ തള്ളിക്കയറ്റി. കൈ നിറച്ചും പലഹാരങ്ങൾ. പക്ഷെ അത് പുറത്തെടുക്കാൻ കഴിയണ്ടേ? കൈ നിവരുന്നില്ല. കുട്ടി വല്ലാതെ വിഷമിച്ചു. പലഹാരങ്ങൾ പകുതിയെങ്കിലും ആ ഭരണിയിൽ തന്നെ ഇട്ടാൽ മതി, കൈ പുറത്തെടുക്കാം. അത്യാർത്തി മൂലം അവനുണ്ടോ അതിന് മനസ്സ് വരുന്നു. ഭരണിയിൽ നിന്ന് കൈ പുറത്തെടുക്കാനുള്ള ഗുസ്തിക്കിടയിൽ കടയുടമ ഉറക്കമുണർന്നു. അയാൾ കുട്ടിയെ പിടിച്ച് തൻ്റെ കൈ കഴയ്ക്കുവോളം തല്ലിച്ചതച്ചു. എടാ, കയ്യിൽ ഒതുങ്ങുന്നതിൻ്റെ പകുതിയെ എപ്പോഴും എടുക്കാവൂ. കുട്ടിയുടെ ചെവിയിൽ നുള്ളിപ്പിടിച്ചുകൊണ്ട് കടയുടമ പറഞ്ഞു, അത്യാർത്തി മൂലം നിനക്ക് തല്ല് മാത്രമായില്ലേ നേട്ടം? ഇനി വഴിക്ക് വന്നേക്കരുത്, ഓടിക്കോ വേഗം. കഥ ഇഷ്ടമായോ കൂട്ടുകാരെ? ഈ കഥയുടെ സന്ദേശം എന്താണ്? കൊക്കിൽ കൊള്ളുന്നതേ കൊത്താവൂ. അതായത് അത്യാർത്തി ആപത്താണ്.